നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണം തുടരാന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. PP ദിവ്യയുടെ ഫോൺ പരിശോധന ഉൾപ്പെടെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച കേസിൽ തുടരാന്വേഷണം നടത്താൻ തലശ്ശേരി സെഷൻസ് കോടതിയുടെ ഉത്തരവ്. നവീൻ ബാബുവിന്റെ ഭാര്യ സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഈ നിർണായക ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ അന്വേഷണ സംഘത്തിനും സർക്കാരിനും കനത്ത പ്രഹരമേൽക്കുന്നതാണ് ഈ തീരുമാനം. 4 പ്രധാന കാര്യങ്ങൾ വിശദമായ അന്വേഷണം വേണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കേസിൽ ആരോപണ വിധേയയായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ഫോൺ പരിശോധിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഔദ്യോഗിക ഫോണിലെ വിവരങ്ങൾ കൂടി ശേഖരിക്കാനാണ് കോടതി ഉത്തരവ്. സ്വകാര്യ ഫോണിലെ വിവരങ്ങൾ മാത്രമാണ് പോലീസ് ശേഖരിച്ചത്. നവീൻ ബാബുവിന് 1 ലക്ഷം രൂപ കൈക്കൂലി നൽകാനായി പ്രശാന്ത് എന്നയാൾ സ്വർണം പണയം വെച്ചു എന്ന് പറയുന്നതിൽ വ്യക്തത വരുത്തണം. ഈ സ്വർണം എവിടെയാണ്, എപ്പോഴാണ് പണയം വെച്ചത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണമെന്നും കോടതി ഉത്തരവിട്ടു. കൂടാതെ പ്രശാന്തിന്റെ പക്കലുണ്ടായിരുന്ന 2 മൊബൈൽ ഫോണുകൾ ഒന്ന് മാത്രമാണ് അന്വേഷണ സംഘം പരിശോധിച്ചതെന്നും രണ്ടാമത്തെ ഫോണിലെ വിവരങ്ങൾ കൂടി പരിശോധിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. കോടതിയിൽ ഹാജരാക്കിയതിൽ പല ഫോണുകളുടെയും പൂർണ്ണരൂപമില്ലെന്നും അതിൽ ലഭ്യമാക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതുപോലെ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതിയിൽ അന്വേഷണം നടത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണമെന്നും കോടതി ഉത്തരവിൽ പ്രത്യേകം പറയുന്നു. പണം കൈമാറിയെന്ന് പറയപ്പെടുന്ന ക്വാർട്ടേഴ്സിലെ CCTV ദൃശ്യങ്ങൾ ഒന്നുപോലും എഡിറ്റ് ചെയ്യാതെ പൂർണ്ണരൂപത്തിൽ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലെ അന്വേഷണത്തിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കോടതിയുടെ ഈ ഇടപെടലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആദ്യം കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് കുടുംബം സമീപിച്ചത്. തുടർന്ന് കേസ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. 3 തവണ വാദം കേട്ട ശേഷമാണ് വിധി. അന്വേഷണം മെയ് 30-നുള്ളിൽ പൂർത്തിയാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചെറണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. പുതുമയുടെ സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.